ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 73. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധാ ത്വത്പ്രസാദാന്മയാച്യുതാ സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. വിവർത്തനം. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എൻ്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചുകിട്ടി. ഞാനിപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. ഭാവാർത്ഥം. ജീവാത്മാവിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അർജുനൻ്റെ മൂലസ്വരൂപാവസ്ഥ ഭഗവത് നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കലാണ്. ആത്മസംയമനമാണ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം. പരമപുരുഷൻ്റെ നിത്യദാസത്വവുമാണ് ജീവൻ്റെ സ്വാഭാവിക അവസ്ഥ എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു. ഇത് മറന്നതുകൊണ്ടാണ് ജീവാത്മാവ് ഭൗതിക പ്രകൃതിയാൽ ബദ്ധനാവുന്നത്. എങ്കിലും ഭഗവത് സേവനം കൊണ്ട് അവയിൽ നിന്ന് മുക്തനാവാം. ജീവാത്മാവിൻ്റെ മൂലസ്വരൂപം സേവകൻ്റേതാണ്. ഒന്നുകിൽ വ്യാമോഹകാരിണിയായ മായാശക്തിയെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ജീവാത്മാവിന് ആശ്രയിക്കേണ്ടി വരും. ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ അയാൾ സാധാരണ നിലയിലായി. പക്ഷേ മായാരൂപിണിയായ ബാഹ്യശക്തിയെ ആശ്രയിക്കാനാണ് താൽപ്പര്യമെങ്കിൽ ബന്ധനത്തിൽപ്പെടാതെ നിവൃത്തിയില്ല. മായാമോഹിതനായ ജീവൻ ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സേവകനാണ്. കാമലോഭങ്ങൾക്ക് കീഴടങ്ങിയ നിലയിലും ജീവാത്മാവ് താൻ ഈ ലോകത്തിൻ്റെ ഉടമയാണെന്ന് അഭിമാനിക്കുന്നു. ഇതാണ് വ്യാമോഹം. മുക്തനാകുന്നതോടെ ഈ വ്യാമോഹം നശിക്കും. പരമപുരുഷനായ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് സ്വയം സമർപ്പിക്കുകയും ചെയ്യും. ജീവാത്മാവിൻ്റെ അന്തിമമായ വ്യാമോഹം മായയുടെ ഒടുവിലത്തെ കെണി. താൻ തന്നെ ഈശ്വരൻ എന്ന സിദ്ധാന്തമാണ്. അതായത് താൻ ബദ്ധനായ ജീവനല്ല, ഈശ്വരനായി തീർന്നു എന്ന തോന്നൽ. ഈശ്വരൻ തന്നെയെങ്കിൽ ഈ സംശയത്തിന് കാരണമേയില്ലല്ലോ എന്ന് ചിന്തിക്കത്തക്ക ദിഷണാബലം പോലും ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. അതയാൾ പരിഗണിക്കുന്നില്ല. അതാണ് മായാശക്തിയുടെ ശൃംഖലയിൽ അവസാനത്തെ കണ്ണി. മായയിൽ നിന്നുള്ള മോചനമെന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെക്കുറിച്ചുള്ള ജ്ഞാനവും അവിടുത്തെ നിർദ്ദേശമനുസരിച്ചുള്ള പ്രവർത്തനവുമാണ്. ഈ ശ്ലോകത്തിലെ മോഹം എന്ന പദം ശ്രദ്ധേയമാണ്. ജ്ഞാനത്തിന് വിരുദ്ധമാണ് മോഹം. എല്ലാ ജീവാത്മാക്കളും എന്നേക്കും ഭഗവത് ദാസന്മാരാണെന്ന ബോധം തന്നെ യഥാർത്ഥ ജ്ഞാനം. ഈ നില മറന്ന് താൻ ആരുടെയും ദാസനല്ലെന്നും ഭൗതിക ലോകത്തിൻ്റെ ഉടമയാണെന്നും ജീവൻ വിശ്വസിക്കുന്നു. പ്രകൃതിയെ തനിക്ക് കീഴ്പ്പെടുത്താനുള്ള ആഗ്രഹമാണിതിനു പിന്നിൽ. ജീവാത്മാവിൻ്റെ വ്യാമോഹമാണത്. ഭഗവാന്റെയോ ഒരു ഉത്തമ ഭക്തൻ്റെയോ കരുണയുണ്ടായാൽ ഈ മോഹം ഒഴിയും. ഈ മോഹമൊഴിഞ്ഞാൽ കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ താൽപ്പര്യവുമുദിക്കും. കൃഷ്ണൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് കൃഷ്ണാവബോധം. ഭൗതിക പ്രകൃതിയുടെ ബാഹ്യശക്തിയാൽ മോഹിതനായ ബദ്ധജീവൻ സർവജ്ഞനും സർവേശ്വരനുമായ ഭഗവാനാണ്. പ്രപഞ്ച സർഗങ്ങൾക്കെല്ലാം ഉടമയെന്നറിയുന്നില്ല. അദ്ദേഹം തൻ്റെ ഇഷ്ടമനുസരിച്ച് എന്തും ഭക്തന്മാർക്ക് നൽകും. എല്ലാവരുടെയും സുഹൃത്തായ അദ്ദേഹത്തിന് ഭക്തന്മാരോട് വിശേഷിച്ച് താൽപ്പര്യമുണ്ട്. ഭൗതിക പ്രകൃതിയുടെയും സകല ജീവജാലങ്ങളുടെയും നിയന്ത്രകൻ അദ്ദേഹമാണ്. അക്ഷയമായ കാലത്തിൻ്റെ നിയന്താവും സർവ വിഭൂതികൾക്കും ശക്തികൾക്കും നാഥനുമായ ഭഗവാൻ ഭക്തന്മാർക്ക് തന്നെയും ദാനം ചെയ്യും. കൃഷ്ണനെ അറിയാത്തവൻ വ്യാമോഹത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അയാൾ കൃഷ്ണഭക്തനാകുന്നില്ല. അയാൾ മായയുടെ സേവകനാണ്. അർജുനനാകട്ടെ പരമപുരുഷനിൽ നിന്ന് ഭഗവത്ഗീതോപദേശം കേട്ടപ്പോൾ വ്യാമോഹമുക്തനായി. കൃഷ്ണൻ തൻ്റെ സുഹൃത്തെന്നു മാത്രമല്ല പരമദിവ്യോത്തമ പുരുഷനുമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. കൃഷ്ണനെ അദ്ദേഹം ശരിയായി മനസ്സിലാക്കി. ഭഗവത്ഗീതാ പഠനം കൃഷ്ണൻ്റെ യാഥാർത്ഥ്യമറിയാനുതകുന്നതാണ്. അങ്ങനെ തികച്ചും കൃഷ്ണനെപ്പറ്റി ജ്ഞാനം നേടിയവർ ഭഗവാന് സ്വയം സമർപ്പിക്കും.
അനാവശ്യമായ ജനപ്പെരുപ്പം കുറയ്ക്കണമെന്നാണ് കൃഷ്ണന്റെ ഉദ്ദേശ്യമെന്ന് മനസ്സിലാക്കി അർജുനൻ അതിനുവേണ്ടി പൊരുതാനുറച്ച് വീണ്ടും വില്ലും ശരങ്ങളും എടുക്കുകയാണ്. ഭഗവൻ നിർദ്ദേശാനുസൃതമായിരിക്കും ഈ യുദ്ധം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.